ആണ് ഓഡിറ്റ് എന്ന് പറയുക. ജി എസ് ടിയിൽ ഓഡിറ്റ് എന്ന് പറയുക സെയിം തന്നെയാണ്. എന്താ ഓഡിറ്റ് അണ്ടർ ജി എസ് ടി ഈസ് ദ എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ രജിസ്റ്റേർഡ് ഡീലർ. അത് ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീലറില്ലേ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യൽ വെരിഫൈ ചെയ്യൽ ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ആ രീതിയെ, ആ പ്രോസസ്സിനെയാണ് ഓഡിറ്റ് ചെയ്യുക എന്ന് പറയാം. The aim is to verify the correctness of information declared, taxes paid and assess the compliances with the GST. അതായത് ജി എസ് ടി പ്രകാരം ഒരു വ്യക്തി അവർ കാണിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം കറക്റ്റാണ്, അവർ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ്. ക്ലിയർ ആയോ? ഓഡിറ്റിംഗ് എന്താണെന്ന് മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യൂ. എന്താണ് സ്പെഷ്യൽ ഓഡിറ്റ്? ദ അസിസ്റ്റന്റ് കമ്മീഷണർ മേ ഇനീഷ്യേറ്റ് ദ സ്പെഷ്യൽ ഓഡിറ്റ് കൺസിഡറിംഗ് ദ നേച്ചർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ കേസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് റവന്യൂ ഇഫ് ഹി ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ഡ്യൂറിംഗ് എനി സ്റ്റേജ് ഓഫ് സ്ക്രൂട്ടിനി ഓർ ഇൻക്വയറി investigation that the value has not been correctly declared or the wrong credit has been availed, then special audit can be initiated. അതായത് ചിലപ്പോൾ ഒരു വ്യക്തി കറക്റ്റായിട്ടൊന്നും ചിലപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ കാണിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തെറ്റാണ് എന്ന് തോന്നുകയോ അതിന് കുറച്ചും കൂടി സൂക്ഷ്മ പരിശോധന വേണമെന്ന് തോന്നുകയോ ചെയ്താൽ അയാളുടെ എല്ലാ വിവരങ്ങളും നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും. മനസ്സിലായോ? ആര്? അസിസ്റ്റൻറ്റ് കമ്മീഷണറിന് വേണമെങ്കിൽ സ്പെഷ്യൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു ഉത്തരവിടാം. മനസ്സിലായോ? അപ്പോൾ അവരുടെ വിവരങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം? വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് സൂക്ഷ്മ പരിശോധന നടത്താം. അതിനെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുക. ജനറൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഓഡിറ്റ് തന്നെയാണ് ജനറൽ ഓഡിറ്റ്. ജനറൽ ഓഡിറ്റ് ചോദിച്ചാൽ നിങ്ങൾ സാധാരണ ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ തന്നെ എഴുതി വെച്ചാൽ മതി. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആ വിവരങ്ങൾ കൃത്യമല്ലാതെ തോന്നുകയോ അല്ലെങ്കിൽ അയാൾ റോങ് ആയിട്ട് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്തു, അതായത് മറ്റേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലേ, അതിന് റോങ് ആയിട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ അല്ലെങ്കിൽ അയാളുടെ വിവരങ്ങൾ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? പരിശോധിക്കുന്ന ഒരു രീതിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് സ്പെഷ്യൽ ഓഡിറ്റ്. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഇനി പഠിക്കേണ്ട മറ്റ് രണ്ട് ടോപ്പിക്കാണ് ടി ഡി എസും ടി സി എസും. എന്താ ടി ഡി എസിൻ്റെ ഫുൾ ഫോം? 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ടി ഡി എസ് എന്താ? ടി ഡി എസിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. ടി ഡി എസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ്. എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് സർട്ടൻ കാറ്റഗറി ഓഫ് ഇൻകം ഈസ് ലയബിൾ ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഒക്കേഷൻ. അതായത് ചില സമയങ്ങളിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യും? ചില ഇൻകത്തിന്, ചില വരുമാനങ്ങൾക്ക് നമ്മൾ ജി എസ് ടിയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോന് പകരമായിട്ട് അയാൾക്ക് കയ്യിലോട്ട് ഇൻകം കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. ഇപ്പോൾ ലോട്ടറി അടിക്കുകയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ 1 കോടി രൂപ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? അതിൻ്റെ എത്ര ശതമാനം ടാക്സ് പിടിക്കും അല്ലേ? അതിനെയാണ് ടി ഡി എസ് എന്ന് പറയുക. അതായത് നമ്മുടെ കയ്യിലോട്ട് ഇൻകം കിട്ടുന്നതിന് മുമ്പ് അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മുടെ കയ്യിലോട്ട് തരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുക. ക്ലിയർ ആയോ? ക്ലിയർ? The IT law, income tax law prescribe time when the TDS is to be made, rate at which it should be made and when TDS should be paid to the government. അപ്പോൾ ടി ഡി എസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം എന്നുള്ളൊരു സമയപരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. അതായത് പ്രത്യേകമായിട്ടുള്ള ചില അപ്രോപ്രിയേറ്റ് ഒക്കേഷനിൽ നമ്മുടെ ഇൻകം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന ആ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഒരു ടാക്സിനെയാണ് ടി ഡി എസ് എന്ന് പറയുക. ടി സി എസ് എന്താ? ടി സി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ടി സി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ചില സാധനങ്ങൾക്ക് ടി ഡി എസ് അല്ല നമ്മൾ കളക്ട് ചെയ്യുക, ടി സി എസ് എന്ന് പറയുന്ന ഒരു ടാക്സ് ആണ്. നോക്കി, എവറി സെല്ലർ അറ്റ് ദ ടൈം ഓഫ് ഡെബിറ്റിംഗ് ദ ബയ്യർ വിത്ത് എമൗണ്ട് പേയബിൾ ഓർ റിസീവിംഗ് പേയ്മെൻറ്റ് ഫ്രം ബയ്യേഴ്സ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് ആൽക്കഹോളിക് ലിക്കറില്ലേ, ആൽക്കഹോള്, അതുപോലെ ഫോറസ്റ്റ് പ്രൊഡ്യൂസർ, ടിമ്പറില്ലേ, മറ്റേ മരത്തിൻ്റെയൊക്കെ, അതുപോലെ മൈൻസ് ആൻഡ് ക്വാറീസ്, ബുല്യൺസ്, ജ്വല്ലറീസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ടി ഡി എസ് എന്ന് പറയുന്ന ടാക്സ് അല്ല നമ്മൾ കളക്ട് ചെയ്യുക. ഈ കേസുകളിലേക്ക് നമ്മൾ എന്താ കളക്ട് ചെയ്യുക? ടി സി എസ് ആണ്. ആൽക്കഹോളിക് ലിക്കറിന് നമ്മൾ സാധാരണ കളക്ട് ചെയ്യുന്ന ടി സി എസ് എത്രയാണ്? 1% ആണ്.
ടിമ്പറിന് 2.5%, സ്ക്രാപ്പിൽ ആക്രി അതിന് 1% ആണ്, മിനറൽസിനൊക്കെ 1%, അങ്ങനെ ഒരു പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് ടി സി എസിന് കേട്ടോ. അപ്പോൾ ചില സാധനങ്ങൾക്ക് എന്താണ് ബയ്യറിന് ആ സാധനം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സമയത്ത് ടി ഡി എസ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ടാക്സാണ് ടി സി എസ്. അത് ചില സാധനങ്ങൾക്ക് മാത്രമേ ടി സി എസ് ഉള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് 90% സാധനങ്ങൾക്കും ടി ഡി എസ് ആണ്. ബാക്കിയുള്ള ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൽക്കഹോളിക്, ടിമ്പർ, ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഇതിനൊക്കെയാണ് നമ്മൾ ടി സി എസ് കളക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഇനി ഫയലിംഗ് ഓഫ് ടി ഡി എസ് ആൻഡ് ടി സി എസ് എങ്ങനെയാണ് നമ്മൾ ഈ ഫയലിംഗിൽ ടി ഡി എസും ടി സി എസും കാണിക്കുക എന്നുള്ളതാണ്. എനി പേഴ്സൺ ഡിഡക്റ്റിംഗ് ഓർ കളക്ടിംഗ് ടാക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഹാസ് ടു ഫർണിഷ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ പീരീഡ് എൻഡിങ് ഓൺ 30th June, 30th September, 31st December and 31st March in each financial year. അതായത് ടി ഡി എസ് ടി സി എസ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഏത് ടൈമിലാണോ ടി ഡി എസ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ ആ ടൈമിൽ ഓരോ ക്വാർട്ടർ കഴിയുമ്പോൾ, എന്താ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം കഴിയുന്നതിനെയാണ് ക്വാർട്ടർ എന്ന് പറയുക. അപ്പോൾ ഏപ്രിലാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുക അല്ലേ. അപ്പോൾ 3 മാസം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഏത് ഡേറ്റാണ് വരിക? ഏപ്രിൽ, മെയ്, എന്ത് വരും? ജൂൺ 30. ഇനി അടുത്ത ക്വാർട്ടർ ഏതാ? ജൂൺ കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30. അടുത്തതോ സെപ്റ്റംബർ കഴിഞ്ഞ ഏതാ? ഒക്ടോബർ, നവംബർ, ഡിസംബർ 31. അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31. അങ്ങനെ ഈ ക്വാർട്ടർലിയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ടി ഡി എസ് ടി സി എസ് നമ്മൾ ഫയൽ ചെയ്യുക. ക്ലിയർ ആയോ? അടുത്താണ് ഇൻസ്പെക്ഷൻ, സീഷ്വർ, അറസ്റ്റ്. ഇതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്ക്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ പേരിൽ തന്നെയുണ്ട്. എന്താ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ സ്കൂളിൽ ഇൻസ്പെക്ഷൻ വന്നു. ഇറ്റ് ഈസ് ആക്ട് ഓഫ് എക്സാമിനിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പരിശോധിക്കുക, അതിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുക. ഇൻ ടാക്സ് ഓർ ലീഗൽ ലാംഗ്വേജ്, ടാക്സിൽ അതായത് നികുതിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രൊവിഷൻ ദാറ്റ് സെർച്ചാണ്. സെർച്ച് പോലെ തന്നെ സെർച്ച് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ സെർച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ ഭയങ്കര പരിശോധന എന്ന് പറയുന്ന ഒരു കുറച്ചും കൂടി ഒരു മാരകമായൊരു സംഭവമാണ്. അതിനേക്കാൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഇൻസ്പെക്ഷൻ. ക്ലിയർ അല്ലേ? രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. സെർച്ച് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പരിശോധന തന്നെയാണ്. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു വേർഡും ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന വേർഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്കിവിടെ സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു അധികാരത്തോടു കൂടി പറയുന്ന ഒരു വേർഡാണ് അല്ലേ. പക്ഷേ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാലോ ഒരു കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ് ആയിട്ട് പറയുന്നൊരു ടേമാണ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് എനേബിൾസ് ഓഫീസർ ടു ആക്സസ് എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ആൻഡ് ഓൾസോ എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഓർ ഹു ഈസ് എ ഓണർ ഓർ ഓപ്പറേറ്റർ ഓഫ് എ വെയർ ഹൗസ് ഓർ ഗോഡൗൺ. ഇൻസ്പെക്ഷൻ ഈസ് എ ആക്ട് ഓഫ് എക്സാമിനിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലുമെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുന്ന രീതിയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുക കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഓഫീസറിന് ഇൻസ്പെക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ആ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ട്രാൻസ്പോർട്ടിംഗ് കമ്പനീനെയോ ഗോഡൗണോ വെയർ ഹൗസൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? ഇനി സെർച്ച് ഇൻവോൾവ്സ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ്. എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സെർച്ച്. നമ്മൾ ടാക്സിൽ ലീഗലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈസ് എൻ ആക്ഷൻ ഓഫ് ഗവൺമെൻറ് ഓഫീസർ ഓർ പോലീസ് ഓഫീസർ ഡിപ്പെൻഡിങ് ഓൺ ദ കേസ്. എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പെൻഡിങ് ഓഫീസറോ പോലീസ് ഓഫീസറൊക്കെ നമ്മൾ നടത്തുന്ന പരിശോധനയാണ് സെർച്ച് എന്ന് പറഞ്ഞാൽ. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക്കാണ്. ടു ഗോ ആൻഡ് ലുക്ക് ത്രൂ ദ എക്സാമിൻ കെയർഫുള്ളി എ പ്ലേസ്. നമ്മളൊരു സ്ഥലം വളരെ കെയർഫുള്ളായിട്ട് അല്ലേ, വളരെ നമ്മൾ ശ്രദ്ധയോടുകൂടിയും ഒരു പേഴ്സണെയും ഒരു ഒബ്ജക്റ്റ് നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ വിലയിരുത്തുന്ന രീതിയാണ് സെർച്ച് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇൻ ഓർഡർ ടു ഫൈൻഡ് സംതിങ് കൺസീൽ ഓർ ടു ഡിസ്കവർ എവിഡൻസ് ഓഫ് എ ക്രൈം. എന്തെങ്കിലും ക്രൈമൊക്കെ നടത്തി ഒരു കുറ്റകൃത്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ എവിഡൻസ് തപ്പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, സെർച്ച് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുക. അപ്പോൾ ജി എസ് ടിയിൽ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതന്നെ, എന്തെങ്കിലും കാര്യങ്ങൾ മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് സെർച്ച്. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് സെർച്ച്. അടുത്ത സീഷ്വർ, സീസി. എന്താ സീസി? ഓൾറെഡി നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്താ സീസി എന്ന് പറഞ്ഞാൽ? പിടിച്ചു വയ്ക്കുക അല്ലേ. ദ ടേം സീഷ്വർ ഹാസ് നോട്ട് ബീൻ സ്പെസിഫിക്കലി ഡിഫൈൻഡ്. ജി എസ് ടിയിൽ സീഷ്വറിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷനൊന്നുമില്ല. എന്നാലും നമുക്ക് എന്ത് പറയാം, ലീഗലായിട്ട് നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ സീഷ്വർ ഈസ് ദ ആക്ട് ഓഫ് ടേക്കിംഗ് ഓവർ സംതിങ്. കണ്ടോ, എന്തെങ്കിലും നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുക, നമ്മൾ ഏറ്റെടുക്കുക. മനസ്സിലായില്ല? കയ്യിൽ വയ്ക്കുക.
ഓർ സമ്മൺ ബൈ ഫോഴ്സ് ത്രൂ ലീഗൽ പ്രോസസ്സ്. നിയമപരമായിട്ട് ഒരാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ ഫോഴ്സ്, അതായത് ബലം പ്രയോഗം നടത്തിയിട്ട് നമ്മൾ കൈ വെക്കുന്നതിനെ അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീഷർ എന്ന് പറയുക. ക്ലിയർ ആയോ? ക്ലിയർ? അറസ്റ്റ്. If the commissioner of CGST or commissioner of SGST believe a person has committed an offence, അതായത് അണ്ടർ സെക്ഷൻ 132, സെക്ഷൻ 132 പ്രകാരം ഒരു വ്യക്തി ഒഫൻസ് ചെയ്തിട്ടുണ്ട്. എന്താ ഒഫൻസ് എന്ന് പറഞ്ഞാൽ? കുറ്റകൃത്യം. ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഒരു വ്യക്തി 132 സെക്ഷൻ പ്രകാരം എന്തെങ്കിലും ഒഫൻസ്, കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ എന്ത് ചെയ്യുക? ഹി ക്യാൻ ബി അറസ്റ്റഡ് ബൈ അൺഓതറൈസ്ഡ് CGST or SGST ഓഫീസർ. കണ്ടോ? എനി ഓതറൈസ്ഡ്, ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള CGST SGST ഓഫീസറിന് എന്ത് ചെയ്യാം? ആ വ്യക്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ഒഫൻസ് ചെയ്തതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്യുന്നതായിട്ട് നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 132 പ്രകാരം, അപ്പോൾ ഏതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള CGST SGST ഓഫീസറിനും ആ വ്യക്തിനെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ദ അറസ്റ്റഡ് പേഴ്സൺ വിൽ ബി ഇൻഫോംഡ് അബൌട്ട് ദ ഗ്രൗണ്ട്സ് ഓഫ് ഹിസ് അറസ്റ്റ്. വെറുതെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അയാളെ ഇൻഫോം ചെയ്യണം. എന്തിനാണ് അറസ്റ്റ് ചെയ്തെന്നുള്ള വ്യക്തമായിട്ടുള്ള റീസൺസും കാര്യങ്ങളും അയാളെ അറിയിക്കണം. ഹി വിൽ അപ്പിയർ ബിഫോർ ദ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours ഇൻ കേസ് ഓഫ് കോഗ്നൈസബിൾ ഒഫൻസ്. ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട്, ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? അതിന് മുമ്പായിട്ട് തന്നെ അയാളെ നമ്മൾ ഹാജരാക്കുക എന്ന് പറയില്ലേ, അത് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 132 പ്രകാരം ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്തതായിട്ട് നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു CGST ഓഫീസറിനോ അല്ലെങ്കിൽ SGST ഓഫീസറിനോ എന്ത് ചെയ്യാം? ആ വ്യക്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അയാളെ അത് ധരിപ്പിക്കും വേണം. എന്തുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാരണം അയാളെ ഇൻഫോം ചെയ്യും വേണം. അടുത്താണ് പെനാലിറ്റീസ് അണ്ടർ GST. എന്താണ് പെനാലിറ്റി എന്ന് പറഞ്ഞാൽ? ദ വേർഡ് പെനാലിറ്റി ഈസ് നോട്ട് സ്പെസിഫിക്കലി ഡിഫൈൻഡ്. GSTയിലെ പെനാലിറ്റിക്ക് കൃത്യമായ ഡെഫിനിഷൻ ഒന്നുമില്ല. സോ ഇറ്റ് ടേക്സ് ദ മീനിങ് ഫ്രം വേരിയസ് ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്. പക്ഷേ പല കോടതികളിലൊക്കെ ജുഡീഷ്യൽ പ്രൊനൗൺസുകൾ പറയുന്നുണ്ട് എന്താണ് പെനാൽറ്റി എന്നുള്ളത്. എ പെനാൽറ്റി ഈസ് എ പണിഷ്മെൻറ്റ് ഇമ്പോസ്ഡ് ബൈ ലോ ഫോർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഓർ ഫെയിലിംഗ് ടു ഡു സംതിങ് ദാറ്റ് വാസ് എ ഡ്യൂട്ടി ഓഫ് എ പാർട്ടി ടു ഡു. ഒരു വ്യക്തി ചെയ്യേണ്ട ചില ഡ്യൂട്ടികളുണ്ട്, അത് അയാൾ ചെയ്യാതെ പോവുകയോ അല്ലെങ്കിൽ ഒരാൾ ഒരു കൃത്യം ചെയ്തതായിട്ട് നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റാണ് പെനാൽറ്റി. ക്ലിയർ ആയോ? അപ്പോൾ ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തു, അത് ക്രിമിനലാണ് അല്ലേ. അങ്ങനെ അയാൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയോ അല്ലെങ്കിൽ ചില നിയമപ്രകാരം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളിന്മേൽ നമ്മൾ ചെയ്യുന്ന ഒരു പണിഷ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെനാൽറ്റി. ഈ പെനാൽറ്റി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. കോർപ്പറലോ ആവാം, അതുപോലെ പെക്യൂണിയറിയും വരാം. എന്താ? സിവിൽ ഓർ ക്രിമിനലായിട്ടും അത് ട്രീറ്റ് ചെയ്യാം. അതായത് കോർപ്പറൽ ഓർ പെക്യൂണിയറി എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ്, അല്ലെങ്കിൽ സിവിൽ ഓർ ക്രിമിനലാണ്. അപ്പോൾ കോർപ്പറൽ എന്ന് പറഞ്ഞാൽ ജയിലാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അതായത് ജയിൽവാസമോ അല്ലെങ്കിൽ വല്ല പൈസ കൊടുത്ത് ഒതുക്കാന്നൊക്കെ പറയില്ലേ, അതായത് ഇത്ര ഒതുക്കാന്നല്ല, പണിഷ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ 5 ലക്ഷം രൂപയാണ്, അതിൻ്റെ കൂടുതൽ ഇത്ര 3 വർഷം ജയിൽ തടവും 5 ലക്ഷം രൂപ തുകയെന്ന് പറയില്ലേ, പിഴ അടയ്ക്കണം എന്ന് പറയില്ലേ നമ്മൾ, അതിനെയാണ് എന്ത് വിളിക്കുക? കോർപ്പറൽ ഓർ പെക്യൂണിയറി എന്ന് പറയുക. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതാണ് പെനാലിറ്റി. അടുത്ത GSTയുടെ ടാക്സ് സ്ട്രക്ചർ ഏതോ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വേഗത്തിൽ പറഞ്ഞുതരാം. GSTയുടെ ടാക്സ് സ്ട്രക്ചർ, GSTയുടെ റേറ്റ്. GST ഗവേൺ ബൈ GST കൗൺസിൽ. നമുക്കറിയാം GSTയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? GST കൗൺസിലാണ്. അതിന് ചെയർമാൻ ആരാ? ഫിനാൻസ് മിനിസ്റ്ററാണ്. നിർമ്മല സീതാരാമാണ് ഇപ്പോഴത്തെ GSTയുടെ ചെയർമാൻ. ഓക്കെ അല്ലേ? GSTയിൽ ഏതൊക്കെ സ്ലാബ് ഉണ്ട്? 0% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18%, 28% ഉണ്ട്. ദർ ഇസ് എ സ്പെഷ്യൽ റേറ്റ് അറ്റ് 0.25%. അതുകൂടാതെ 0.25% റഫ് പ്രഷ്യസ് സ്റ്റോണുകൾക്കും 3% ഗോൾഡിനുണ്ട്. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് GSTയുടെ സ്ലാബ്. നമുക്ക് ഓരോന്നായിട്ട് ബ്രീഫായിട്ട് പഠിക്കും. ചിലപ്പോൾ SA 10 മാർക്കിന് ചോദിച്ചാലോ GSTയുടെ ടാക്സ് സ്ട്രക്ചറിനെ കുറിച്ച് ചിലപ്പോൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ സ്ലാബിനെ കുറിച്ച് എഴുതാൻ പറയും, അല്ല റേറ്റിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. 0% ടാക്സ്. 0% നമ്മൾ ഏതൊക്കെ സാധനങ്ങൾക്ക് 0%? നോ ടാക്സസ് വിൽ ബി ലെവീഡ് ഓൺ ഗുഡ്സ് ലൈക്ക് സാനിറ്ററി നാപ്കിൻസ്, മാർബിൾസ് ഓർ വുഡ് ഓർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബ്രെഡ്, സാൾട്ട്, കേർഡ്, നാച്ചുറൽ ഹണി, എഗ്ഗ്, സ്റ്റാമ്പ്, ന്യൂസ് പേപ്പർ. ഈ സാധനങ്ങൾക്കൊക്കെ നമ്മൾ എത്ര പെർസെൻറ്റേജ് ടാക്സ് GST ടാക്സ് വരിക? 0%. ഇനി അടുത്ത് 0.25% നേരത്തെ പറഞ്ഞു, അത് പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് ആണ്. ഇനി 3% ഇതിനാണ് ഗോൾഡിനും സിൽവറിനൊക്കെയാണ് 3% വരുന്നത്.
5% ടാക്സ് ചെയ്തതിനൊക്കെയാണ് സ്കിംഡ് മിൽക്കില്ലേ, മിൽക്ക് പൗഡർ, ഫിഷ്, കോഫി, ടീ പൗഡർ, സ്പൈസസ്, പിസ്സ, കെറോസിൻ, മണ്ണെണ്ണ, ആയുർവേദിക് മെഡിസിൻ, കാഷ്യൂ നട്ട്സിനൊക്കെ നമ്മൾ എത്ര പെർസെൻറ്റ് GST നമ്മൾ കളക്ട് ചെയ്യുക? 12% ആണ്. ഫ്രോസൺ മീറ്റ് ഇല്ലേ, അതുപോലെ ബട്ടർ, ചീസ്, ഗീ, പിക്കിൾസ്, സോസേജ്, ഫ്രൂട്ട്സ് ജ്യൂസ്, അംബ്രല്ല, മൊബൈൽ ഫോണിനൊക്കെ 12%. മൊബൈൽ ഫോൺ കുറച്ചും കൂടി ഹൈലി ആയിട്ടുള്ള ലക്ഷറീസ് ആണെങ്കിൽ കൂടും കേട്ടോ. ഒരു 18% ഡിറ്റർജൻറ്റ്, ഷുഗർ, ഫാൻസ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഇല്ലേ, ഐസ്ക്രീം, ലൈറ്റ് ഫിറ്റിങ്സ്, മിനറൽസ് വാട്ടർ, TV 68 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റുള്ള TVക്കൊക്കെ നമ്മൾ 18% നമ്മൾ GST കളക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്ത 28% ആണ് സൺസ്ക്രീൻ ഇല്ലേ, പാൻ മസാല, പെയിൻറ്റ്, സിമൻറ്റ്, വാക്വം ക്ലീനർ, ഓട്ടോമൊബൈൽസ്, മോട്ടോർ സൈക്കിളിനൊക്കെ നമ്മൾ, ബൈക്കിനൊക്കെ 28% നമ്മൾ GST കേട്ടോ. അടുത്താണ് നമ്മുടെ GSTR. നമ്മൾ ഏത് ഫോമിലാണ് നമ്മൾ GST നമ്മൾ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്വേർഡ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് പുറത്തോട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് GSTR 1 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമിന് ടൈപ്സ് ഓഫ് റിട്ടേൺ ചോദിച്ചിട്ട് എഴുതിയാൽ മതി. മറ്റേ നമ്മൾ പഠിച്ച ഇൻകം ടാക്സ് റിട്ടേൺ ആണ്, ഇത് GST റിട്ടേൺ ആണ് കേട്ടോ. അപ്പോൾ GSTR 1 എന്ന് പറയുന്ന ഫോം എന്തിനു ഉപയോഗിക്കണേ? ഏത് സപ്ലൈസ് നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഔട്ട്വേർഡ്. അപ്പോൾ ഇൻവേർഡ് ആണെങ്കിലോ GSTR 2. ഇത് GSTR 3 എന്തിനു ഉപയോഗിക്കണം? മന്ത്ലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ GSTR 3 എന്ന് പറയുന്ന ഫോമിൽ വേണം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ. GSTR 4 ക്വാർട്ടർലി റിട്ടേൺ ആണ്. കോമ്പോസിഷൻ ഡീലർ ഇല്ലേ, അവർ ചെയ്യുന്നതാണ് GSTR 4. GSTR 5 ആർക്കാ? രജിസ്റ്റേർഡ് നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് GSTR 5. GSTR 6 IST റിട്ടേൺ ആണ് കേട്ടോ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. GSTR 7 ഏതാണ്? അതോറിറ്റീസ് ഇല്ലേ, TDS ഒക്കെ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് GSTR 7 ചെയ്യുക. 8 നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൽ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ അവരൊക്കെ ഫയൽ ചെയ്യുന്ന നമ്പറാണ് GSTR 9. 8. അടുത്ത് GSTR 9 ഉണ്ട്, ആനുവൽ റിട്ടേൺ ഉണ്ട്. GSTR 10 ഉണ്ട് കേട്ടോ, അത് ഫൈനൽ റിട്ടേൺ ആണ്, അതിവിടെ ഇല്ല. GSTR 10 ഏതാ? ഫൈനൽ റിട്ടേൺ. അപ്പോൾ എല്ലാവർക്കും ആ ഫോം നമ്പർ ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. GSTR 10 ഫൈനൽ റിട്ടേൺ കേട്ടോ, ഫൈനൽ റിട്ടേൺ. ഓക്കെ. അറസ്റ്റ് ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് വേണമെങ്കിൽ ഒന്ന് പറയാം. ചിലപ്പോൾ എക്സാമിന് ഏതോ ഒരു തവണ അറസ്റ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി എഴുതി ചേർക്കണം കേട്ടോ. അറസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 132 പ്രകാരം എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. അറിയാലോ നിങ്ങൾക്ക്, അതിന് പണിഷ്മെൻറ്റ് നമുക്ക് ചുമത്താം. അപ്പോൾ 500 ലക്ഷം രൂപ വരെ, 500 ലക്ഷത്തിന് മുകളിൽ ഒരാൾ ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 5 വർഷം വരെ ഇംപ്രിസൺമെൻറ്റ്, അതായത് ജയിൽവാസവും ഫൈൻ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. 200 ലക്ഷത്തിന് മുകളിലാണെങ്കിലോ 3 വർഷം വരെ ജയിൽ തടവും ഫൈൻ ഉണ്ടാവും. അതുപോലെ സപ്ലൈസ് എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് എനി ഇൻവോയ്സ്. ബില്ലില്ലാണ്ട് സാധനങ്ങൾ വിൽക്കില്ലേ മക്കളെ? ചില കടക്കാരൊക്കെ സാധനങ്ങൾ തരും, പക്ഷേ ബില്ലുണ്ടാവില്ല, ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവില്ല. അങ്ങനെയെങ്കിലും നമ്മൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കേസ് കൊടുത്താൽ അയാൾക്ക് എന്താണ്, അയാൾക്കും അയാളെ അറസ്റ്റ് ചെയ്യുകയും ഇതുപോലെ തന്നെ പെനാൽറ്റി അടപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇഷ്യൂ എനി ഇൻവോയ്സ് ഓർ ബിൽ വിത്തൗട്ട് സപ്ലൈ ഗുഡ്സ് ഓർ വിതൗട്ട് ബോത്ത് ലീഡിങ് ദ റോങ് അവൈൽമെൻറ്റ്. ചില ആൾക്കാർ തെറ്റായിട്ടുള്ള ബില്ല് കൊടുക്കും, ശരിയായിട്ടുള്ള ബില്ല് കൊടുക്കും, തെറ്റായിട്ട് ബില്ല് കൊടുക്കും. അതും എന്താണ്, ഒരു ഒഫൻസാണ് കേട്ടോ. അപ്പോൾ ഒരു 4 പോയിന്റ് പഠിച്ച് വയ്ക്കുക. ക്ലിയർ ആണോ? ക്ലിയർ? ഇനി ആരാണ് അസസിങ് ഓഫീസർ, ആരാണ് TRO എന്ന് പറഞ്ഞുതരാം. അസസിങ് ഓഫീസർ. An assessing officer means the assistant commissioner or deputy director or deputy commissioner or assistant director or the income tax officer. അതായത് അസസിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ അസസിങ് ഓഫീസറിനോ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറിനെയോ ഡെപ്യൂട്ടി ഡയറക്ടറിനെയോ ഡെപ്യൂട്ടി കമ്മീഷണറെയോ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? അസസിങ് ഓഫീസർ എന്ന് വിളിക്കാം. ഇവരുടെ ഡ്യൂട്ടി എന്താ? ഇറ്റ് ഇസ് ഓൾസോ ഇൻക്ലൂഡ് ദ അഡീഷണൽ കമ്മീഷണറൊക്കെ ഇതിനകത്ത് പെടും. അതായത് മറ്റുള്ള എല്ലാ പവേഴ്സും ഇവർക്കുണ്ട്. CBDT പറയുന്ന എല്ലാ ഡയറക്ഷൻസും ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? അസസിങ് ഓഫീസറിനുണ്ട് കേട്ടോ. ഇനി TRO എന്ന് പറഞ്ഞാൽ ആരാ? TRO ടാക്സ് റിക്കവറി ഓഫീസർ. ആരാണ് TRO എന്ന് പറഞ്ഞാൽ? ഒരാൾ ടാക്സ് അടച്ചില്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ടാക്സ് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഓഫീസറാണ് TRO. ടാക്സ് റിക്കവറി ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? ഇൻകം ടാക്സ് ഓഫീസർ ആവാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഓതറൈസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആവാം, ചീഫ് കമ്മീഷണർ ഓർ പ്രിൻസിപ്പൽ കമ്മീഷണർ ആവാം. ഇവരൊക്കെ ഇതിൽ പെടും, ടാക്സ് റിക്കവറി ഓഫീസറിൽ പെടും കേട്ടോ. ആരൊക്കെ പെടുക എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി.
അടുത്ത റിട്ടേൺ നേരത്തെ പറഞ്ഞാണ് ജി എസ് ടി റിട്ടേൺ ഏതൊക്കെ ഫോമിലാന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ റിട്ടേൺ ഫയൽ ബൈ എവറി ടാക്സ് രജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ്സ് ഓൺ വിച്ച് ഹി ബിക്കം ലയബിൾ ടു ഗെറ്റ് രജിസ്ട്രേഷൻ. ഒരാൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്താൽ അയാൾ എപ്പോഴാണോ ടാക്സ് അടയ്ക്കേണ്ടത് ആ സമയത്ത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിനെയാണ് ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുക. ഇനി ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? എല്ലാ വർഷത്തിൻ്റെ അവസാനം നമ്മൾ ഓരോ ടാക്സ് രജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്യേണ്ട റിട്ടേൺ ആണ് ആനുവൽ റിട്ടേൺ. ഇനി ഫൈനൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റിട്ടേൺ ടു ബി ഫർണിഷ്ഡ് ബൈ എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽ. ഒരു വ്യക്തിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഫർണിഷ് ചെയ്യേണ്ട റിട്ടേൺ ആണ് ഫൈനൽ റിട്ടേൺ. വിത്തിൻ 3 monthsനുള്ളിൽ കേട്ടോ. ക്യാൻസലേഷൻ ചെയ്ത് 3 monthsനുള്ളിൽ എന്ത് ചെയ്യണം? അയാൾ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഇനി ആരാണ് ജി എസ് ടി പ്രാക്ടീഷണർ? ജി എസ് ടി പ്രാക്ടീഷണർ മീൻസ് എനി പേഴ്സൺ who has been approved under section 48 to act as such a practitioner. അതായത് ജി എസ് ടി സിസ്റ്റത്തിൽ മറ്റുള്ളവരെയൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യില്ലേ, ആ വ്യക്തിയാണ് ജി എസ് ടി പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം ടാക്സ് പ്രാക്ടീഷണർ എന്നൊക്കെ പറയുന്ന പോലെ ജി എസ് ടി പ്രാക്ടീഷണറുണ്ട്. അതായത് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള ആൾ, ഹെഡ് ഉണ്ടാവില്ലേ, അയാളെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ജി എസ് ടി പ്രാക്ടീഷണർ. ജി എസ് ടി പ്രാക്ടീഷണറുടെ റോൾ ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? എല്ലാ ഔട്ട്വേർഡ് ഇൻവേർഡ് സപ്ലൈസ് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുക, മന്ത്ലിയും ക്വാർട്ടർലി ആനുവൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ഫയലുകളെല്ലാം എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക. ഏതെങ്കിലും എമൗണ്ട് റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുക. അതായത് ഒരു അസിസ്റ്റൻറ്റ് പോലെ, മറ്റൊരാളുടെ അസിസ്റ്റൻറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ജി എസ് ടി പ്രാക്ടീഷണർ. അപ്പോൾ അയാൾ ചെയ്യേണ്ട ഒരു 5 ഡ്യൂട്ടീസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, നല്ല വായിച്ച് വയ്ക്കുക. ജി എസ് ടി പ്രാക്ടീഷണറുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ആ റോള് തന്നെ എഴുതിയാലും മതി കേട്ടോ. അടുത്ത നേരത്തെ പറഞ്ഞാണ് ജി എസ് ടി ആർ 1 എന്തിനു ഉപയോഗിക്കണേ? എന്തിനു വേണ്ടി ജി എസ് ടി ആർ 1 ഉപയോഗിക്കണേ? ഏത് റിട്ടേൺ ഫയൽ ചെയ്യാനാ? ഔട്ട്വേർഡ്. ഇൻവേർഡ് ആണെങ്കിൽ 2. 4 ഏതാ വരുന്ന? കോമ്പോസിഷൻ ഡീലർ. 5 നോൺ റെസിഡൻറ്റ് ടാക്സ് പേയർ. 6 ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. 7 ടി ഡി എസ് പ്രകാരം ഡിഡക്ട് ചെയ്ത ടാക്സ്. 8 മറ്റേ കളക്ടർ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ കേട്ടോ. 9 ആനുവൽ റിട്ടേൺ. 10 ഫൈനൽ റിട്ടേൺ. ഓക്കെ ആണോ? സെറ്റായോ? അത് എന്നാ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഏത് ഡേറ്റിലാണ് ചെയ്യുക എന്നുള്ളത് അതിൽ കൊടുത്തേക്കുന്നുണ്ട്, ഡ്യൂ ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഇത് ചോദിച്ചാൽ ഡ്യൂ ഡേറ്റ്